ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ ആഘോഷമായും 14 വർഷത്തെ വനവാസത്തിനുശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയതിനെ പ്രതിനിധീകരിച്ചുമാണ് ഇതര സംസ്ഥാനങ്ങളിലേതുപോലെ മലയാളനാടും ദീപാവലി ആഘോഷിക്കുന്നത്. വീടിനു മുറ്റത്തെ പല നിറത്തിലുള്ള രംഗോലിയൊരുക്കിയും മൺചിരാതുകൾ കത്തിച്ചും മനസ്സിലെ തിന്മയകറ്റി നന്മയുടെ സന്ദേശം പരത്തുകയാണ് എല്ലാവരും. ഒരു നിമിഷത്തേക്ക് മാത്രമുള്ള കാഴ്ചയാണെങ്കിലും മനസ്സു നിറയെ ആഹ്ലാദം നിറയ്ക്കുന്ന കമ്പിത്തിരിയും മത്താപ്പവും ശബ്ദഘോഷങ്ങളോടെ പൊട്ടുന്ന പടക്കങ്ങളുമാണ് ദീപങ്ങളുടെ ഉത്സവത്തെ അവിസ്മരണീയമാക്കുന്നത്. വിവിധ വർണ്ണങ്ങളിൽ കണ്ണിന് ഇമ്പം പകരുന്ന കാഴ്ചയൊരുക്കുന്ന പടക്കങ്ങൾ ദീപാവലി ആഘോഷവേളയിലെ നിറസാന്നിധ്യമാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളാണ് കമ്പിത്തിരിയും മത്താപ്പവും പ്രഭചൊരിയുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ കമ്പിത്തിരി പൂക്കുത്തിയൊക്കെ കുറേ വർഷമായിട്ട് വെക്കുന്നുണ്ട്. ചെറുപ്പഴക്കം മാലപ്പടക്കം കുറേ വർഷമായിട്ട് ഞാനും കുറേ പട്ടാസ് പൊട്ടിച്ചു. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. ദീപങ്ങളോടൊപ്പം മധുര പലഹാരങ്ങളുടെയും കൂടെ ഉത്സവമാകുകയാണ് ദീപാവലി. വിവിധ നിറത്തിലും പേരുകളിലും രൂപത്തിലും നിരവധി മധുര പലഹാരങ്ങളാണ് ദീപാവലിക്കായി പ്രത്യേകം തയ്യാറാകുന്നത്. ജിലേബി, ക്യാരറ്റ്, കോക്കനട്ട് ഹൽവ, ബർഫി, ഗുലാബ് ജാം തുടങ്ങിയവ വിപണിയിലും വീടുകളിലും സുലഭം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ പൊലിമയില്ലെങ്കിലും ദീപോത്സവം ആവേശപൂർവ്വം തന്നെയാണ് മലയാളികളും കൊണ്ടാടുന്നത്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം നദീർ അജ്മൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.